നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ. സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ അടിപൊളി മനോഹരമായ യാത്രകൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ യാത്രകൾ കണ്ട് ഒരുപാട് പേര് ഈ യാത്രകൾക്ക് പോകുന്നുണ്ട്. വളരെ സന്തോഷമാണ്. അപ്പോൾ നല്ല മഴക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ഡേഞ്ചർ ഫോറസ്റ്റിലേക്കാണ് എൻ്റെ യാത്ര. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്, പെരിങ്ങമല പഞ്ചായത്തിൽ ശാസ്താംനട പോട്ടമാവ് കോളനി. നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഒരുപാട് വീഡിയോ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ, ആനയുടെ ചവിട്ടേറ്റും അടിയേറ്റും ആളുകൾ ഉന്നതിയിൽ നിന്നും മരിച്ച ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശാസ്താനടയിലേക്ക് പോകുകയാണ്. ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്. മനോഹരമായ പെരിങ്ങമലയിലെ വനപ്രദേശമാണ് ഈ പോട്ടമാവ് ശാസ്താനട മേഖല. അരിപ്പ വനമേഖലയുടെ ഭാഗമാണ്. നമ്മുടെ കാനനയാത്രകളിൽ നിങ്ങൾക്ക് മനോഹരമായ ദൃശ്യങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ചാനലൊക്കെ നല്ല ഞെക്കി പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ അതിന് പിന്നാലെ എത്തും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കാഴ്ച നിബിഡ വനമേഖലയിലേക്കുള്ള യാത്രയാണ്. അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നോളൂ. ഗ്രീൻ മീഡിയ വിഷൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. ഈ വനമേഖലയ്ക്ക് വല്ലാത്തൊരു ആംബിയൻസാണ് കേട്ടോ. നമ്മൾ ഓരോ വനങ്ങളിൽ ചെല്ലുമ്പോഴും ആ വനങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. അവിടെ ശാസ്താനട പോട്ടമാവ് കോളനിയിലേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം എന്ന് പറയാൻ. എപ്പോഴും വഴിത്താരയിൽ ആനയുണ്ടാകും. ജൈവ വൈവിധ്യങ്ങളുടെ ഉറവിടം കൂടിയാണ്. ഒരുപാട് പക്ഷി നിരീക്ഷകർ എത്തുന്നൊരു സ്ഥലമാണ് ഈ പെരിങ്ങമലയിലെ അരിപ്പ വനം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെ മഴച്ചാറ്റിൽ തുടങ്ങി ഞാൻ സോളോ ട്രാവൽ. എൻ്റെ സോളോ ട്രാവലുകളിൽ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് വന്ന് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആനയും കാട്ടുപോത്തിനെയൊന്നും അത്രയ്ക്ക് പേടിക്കണ്ട. അതൊക്കെ ദൂരെ നിന്നാലും ഒരു സൈലൻ്റായിട്ട് പോകുന്നതെന്നാണ്. പക്ഷേ ഈ കരടിയാണ് പ്രശ്നം എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞത്. പൂമരുതെന്ന് പറയുന്നൊരു മരമാണ്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ട് വൃക്ഷങ്ങളുള്ള സ്ഥലമാണ്. ഇതാണ് ഉണ്ടപ്പയൻ. ഇവിടെയാണ് മെരിസ്റ്റിക്ക മരങ്ങളുടെ ഒരു കാഴ്ച. ഇതൊരു വൈഡ് സീൻ. നമ്മളിവിടെ നോക്കി നിൽക്കണം കേട്ടോ. ഇവിടെ നല്ല തണുത്ത തണലുള്ള സ്ഥലമാണ്. ആനകൾ എപ്പോഴും വിഹരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് 1-2 പേർക്ക് ആക്രമണം ഉണ്ടായതും. പോകുമ്പോൾ സൂക്ഷിച്ച് യാത്ര ചെയ്യുക. ബൈക്കുകാർ വളരെ സൂക്ഷിക്കണം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുളത്തൂപ്പുഴ റേഞ്ചിലെ തിരുവനന്തപുരം ഡിവിഷൻ വരുന്ന ഭാഗമാണ് മെരിസ്റ്റിക്ക സോംപറ്റ് ശാസ്താനട. അപ്പോൾ ഇതൊരു പഠനവിധേയമാക്കുന്ന സംഭവമുണ്ട്. ഒരുപാട് ട്രക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്. സംരക്ഷിത വനമേഖലയാണ്. പക്ഷികളുടെ ശബ്ദം കേട്ടില്ലേ? വ്യത്യസ്ത ഇനം നിരവധി പക്ഷികളുള്ള സ്ഥലമാണ് ഈ പ്രദേശം. അടിവേരുകളാണ് ഈ കാണാനൊരു സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം ഈ മെരിസ്റ്റിക്ക പോയിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് അറിയാവുന്ന ജൈവ വൈവിധ്യത്തിനെ പറ്റി അറിയാവുന്ന ആൾക്കാരൊക്കെ ഇത് മനസ്സിലാകും. ഇത് കണ്ടില്ലേ, വേരുകൾ കിടക്കുന്നുണ്ടല്ലേ? ഈ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ മണ്ണിൽ ആഴ്ന്നിറങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ ജീവികളും ഉണ്ട് കേട്ടോ. അതുപോലെ വ്യത്യസ്തമായ തവളകൾ, അതുപോലെ ഉരകവർഗ്ഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇവിടെയൊക്കെ മൃഗങ്ങൾ ഈ ചാല് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ വേരിൻ്റെ ഒരു കണ്ടില്ലേ? ഇത് കൊത്തപ്പയൻ എന്ന് പറയുന്ന മരമാണ്. ഇതിൻ്റെ വേരും ഇതുപോലെ താഴോട്ട് വളർന്നു നിൽക്കുക. അപ്പോൾ നമ്മുടെ വനം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു ഉറവിടമാണ്. വനത്തിൽ ഇങ്ങനെ അപൂർവമായ കാഴ്ചകളുണ്ട്. വനത്തിൽ ആനയും കടുവയും പുലിയും മാത്രമല്ല ഉള്ളത്. വന്യമൃഗങ്ങൾ ഇല്ലാതെ തന്നെ ഒരുപാട് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങളും അതുപോലെ തന്നെ വള്ളിച്ചെടികളും ഇതുപോലെയുള്ള കാഴ്ചകളുമൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് വെയിൽ പോലും വീഴുന്നൊരു പ്രത്യേക രീതിയിലാണ്. ആ പ്രകാശം ഇങ്ങനെ അരിച്ചരിച്ചാണ് വീഴുന്നത്. ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചകളാണ് എപ്പോഴും നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. വനത്തിൻ്റെ വൈവിധ്യങ്ങൾ, വനം എങ്ങനെയാണ്, വനം എങ്ങനെ പരിപാലിക്കണം, വനത്തിലെങ്ങനെ യാത്ര ചെയ്യണം, വന്യജീവികൾ മുന്നിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. ദൂരെ പല രീതിയിലുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. വനത്തിൻ്റെ ആ ഒരു ശബ്ദമാണ് വനത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ വീട്ടുകളിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ അവരുടെ വീടാണ്, വന്യമൃഗങ്ങളുടെ വീടാണ്, ജീവജാലങ്ങളുടെ വീടാണ് വനം. മുകളിൽ മലയണ്ണാനും കുരങ്ങന്മാരും ഒക്കെ ഇരുന്ന് ഓരോ കായ്കൾ പറിച്ച് താഴെയിടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. മൈക്ക് വെക്കാതിരിക്കുന്ന ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വനത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മൾ സാസാനട എത്തിയില്ല. ഒരു കൂറ്റൻ മരം നിൽപ്പുണ്ട് കേട്ടോ. എപ്പോഴും പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ മരത്തിനകത്തൊരു ഭയങ്കര അള്ളയുണ്ട്. അപ്പോൾ ഭയങ്കര മരം അള്ള. നമ്മൾ നല്ല മഴ പെയ്ത് അതിനകത്ത് കയറി നിൽക്കാൻ പറ്റും. പക്ഷേ നല്ല മഴയത്ത് നമ്മളിവിടെ കയറി നിൽക്കാൻ ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റത്തില്ല. ആനയോ എന്താ മറ്റുള്ള വന്യമൃഗങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത് അറിയാൻ പറ്റത്തില്ല. വേറൊരു മരം മൊത്തം പൊള്ളയായിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ? ഇങ്ങനെ പൊള്ളയായിട്ടിരിക്കുന്ന മരത്തിൻ്റെ മുകളിൽ നല്ല രീതിയിൽ പച്ച പിടിച്ച് ഇല കിടക്കുകയാണ്. ഈ രണ്ട് മരങ്ങളും അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ശാസ്താനടയിൽ എത്തുന്ന ശാസ്താവിന് മുമ്പ് നമ്മുടെ ഒരു ഗണപതി ഇരിപ്പുണ്ട്. അപ്പുറത്തോട്ട് ശാസ്താനട പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ വരുന്നവരൊക്കെ വനയാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗണപതിയെ കണ്ട് ഒരു തിരിയൊക്കെ കത്തിച്ച് പോയാൽ വളരെ സുരക്ഷിതമായി പോകാം എന്ന വിശ്വാസം നിലനിൽക്കുന്ന വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ഞാനൊരു തിരിയൊക്കെ കത്തിച്ച് നമ്മൾ ഗണപതിക്ക് തിരിയൊക്കെ വെച്ചിട്ട് പോവുകയാണ്. ഇവിടെ തിരി കത്തിച്ചതിൻ്റെ മൊത്തം ഒരു പ്രത്യേക സെറ്റപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗണപതി നമ്മളെ കാത്തോളും എന്നുറപ്പാണ്. നമ്മൾ ഗണപതിയെ കാണാനാണ് പോകുന്നത് എന്ന് വെച്ചാൽ ആനകളെ കാണാൻ പോകുന്നു. ആന തന്നെയാണല്ലോ ഗണപതി, ഗണപതി തന്നെയാണല്ലോ ആന. അപ്പോൾ നമുക്കങ്ങോട്ട് പോകാം അല്ലേ? അരിപ്പ വനത്തിനുള്ളിലെ ശാസ്താനടയാണ്. വനത്തിനുള്ളിലെ ഒരു ക്ഷേത്രമെന്ന് പറയാനൊന്നുമില്ല. ശാസ്താനട അയ്യപ്പ ക്ഷേത്രം. പൂജിക്കുന്നതൊക്കെ നമ്മൾ തന്നെ വഴിപാട് കഴിക്കുക പോവുക. വൈകിട്ട് ഇവിടെ ഒരു പൂജാരി ഒക്കെ വരുന്നുണ്ട് എല്ലാ ദിവസവും. പക്ഷേ ഇവിടുത്തെ പ്രധാന ഉത്സവം ഒക്കെ എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ ചെറുപ്പ് മഹോത്സവമാണ്. അന്ന് ഇവിടെ എല്ലാ ദിവസവും ചെറുപ്പ് മഹോത്സവം ഉണ്ടായിരിക്കും, പായസമൊക്കെ ഉണ്ടായിരിക്കും. അടുത്തുള്ള ഉന്നതിയിൽ നിന്നൊക്കെ ഈ വനമേഖലയായാലും ആളുകളൊക്കെ ധാരാളം എത്തുന്ന ഒരു സ്ഥലമാണ്. വളരെ വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് ശാസ്താനടയിലെ ശാസ്താ ക്ഷേത്രം എന്ന് പറയുന്നത്. വനനടുവിലെ വളരെ മനോഹരമായ അന്തരീക്ഷത്തിലും ആ ഒരു ഭക്തിയുടെ നിറവിലുമൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റിയെന്നാണ്. പക്ഷികളുടെ കളകള ആരവവും പ്രകൃതിയുടെ മറ്റ് ശബ്ദങ്ങളും കാറ്റിൻ്റെ ഇരകളുടെ മർമ്മരവും ഒക്കെ കേട്ടുകൊണ്ട് തന്നെ നമുക്കിവിടെ കാഴ്ചകൾ കാണാം. ഒരു പ്രത്യേക ആംബിയൻസാണ് കേട്ടോ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ഇവിടെ ആനകളൊക്കെ ഇതിൻ്റെ മുന്നിൽ കൂടി തന്നെ വരികയും ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യും രാത്രി കാലങ്ങളിൽ. പിന്നെ മഴക്കാലത്തും ആനകൾ വന്നിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ശാസ്താനടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയൊക്കെ നടത്തി അയ്യപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി പോകാം. അപ്പോൾ ആനകൾ മണിയടിക്കും എന്ന് പറയുന്ന മണിയാണ് ഈ കാണുന്നത്. ആനകൾ വന്ന് മണിയടിക്കുമെന്നാണ് ഇവിടുത്തെ പറഞ്ഞ് ഉള്ള അനുഭവം. ഇങ്ങനെ മഴക്കാലമായി നമ്മുടെ ശാസ്താനടയിലെ കുഞ്ഞു തോടൊക്കെ നേരത്തെ കുറച്ച് മെലിഞ്ഞുണങ്ങിയിരുന്നതാണതേ. ഇപ്പം ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഒഴുകി തുടങ്ങി. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. വെള്ളമൊക്കെ ഒഴുകിയപ്പോഴത്തേക്ക് ആ ഒരു ആംബിയൻസൊക്കെ ഒന്ന് മാറി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കിയാണ് നിൽക്കുന്നത്. ആനകൾ ഇറങ്ങി വരുന്ന ഒരു ആന വഴിയാണ്. നമ്മൾ നേരത്തെ തന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ ശാസ്താനട വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾ വരണം. വനത്തിലെ കാഴ്ചകൾ കാണാൻ വരുന്നു എന്നുള്ള രീതിയിൽ തന്നെ വനത്തിലേക്ക് വരണം. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഈ കിണറിന് ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ തന്നിരുന്നു. ഈ കിണറ്റിൽ നിന്ന് സ്ത്രീകൾ വെള്ളം കോരാൻ പാടില്ല എന്നാണ് പറയുന്നത്. നല്ല അടിപൊളി വെള്ളമുള്ള കിണറാണ്. നമ്മൾ നേരത്തെ ഈ കിണറൊക്കെ കാണിച്ച് നമ്മുടെ വീഡിയോ ഒക്കെ തന്നിരുന്നു. അപ്പോൾ സ്ത്രീകൾ വെള്ളം കോരിയ ആന വന്ന് ഓടിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? അതൊക്കെ നമ്മൾ പറച്ചിലുകളാണ്. പക്ഷേ അടിപൊളി വെള്ളമാണ് കേട്ടോ. വനത്തിൽ
ഒരിക്കലും പറ്റാത്തൊരു കിണറാണ്. നമുക്ക് വൃത്തിയായിട്ട് അടച്ചിടാം. അങ്ങനെ വരുന്നവർക്ക് തൊട്ടിയും കയറൊക്കെ ഇട്ടിരിക്കുന്നു. എല്ലാവരും വന്ന് വെള്ളം കോരായിരിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഇവിടെയൊക്കെ എന്ത് മനോഹരമായ കാഴ്ചയാണ്. വനത്തിൻ്റെ ആ ഒരു നിബിഡത എന്ന് പറയുന്നത്. അവിടെ ഒരു കിണറും കൂടെ കാണുമ്പോൾ അല്ലേ, നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഉള്ള കിണറുകൾ പോലെയുള്ളൊരു കിണർ, ചുറ്റും വനം, അവിടെ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രം. ഇതൊക്കെ ഒരു നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമാണ്. യാത്രകളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടൂ. ഇത് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴിയാണ്. ഇവിടുന്ന് നേരെ നമുക്ക് ചില ആൾക്കാർക്കുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് റേഞ്ച് ഏരിയയാണ്, നമുക്ക് ഒരുപാട് പോകാൻ പറ്റില്ല. ഒന്നാമത് ഇവിടെ ആനയും കരടിയും കാട്ടുപോത്തും പുലിയും ഇതൊരു പ്രധാന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്ത് വരാൻ പാടില്ല. പക്ഷേ ഞാൻ ഒരു സോളോ ട്രാവലർ ആയതുകൊണ്ട് ഞാനിങ്ങോട്ടൊക്കെ ഏകാന്ത യാത്രകൾ നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ വനനടുവിലെ ശാസ്താ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന ശാസ്താനടയും അതുപോലെ അപ്പുറത്തുള്ള പോട്ടോമാ കോളനിയും ഒക്കെ വളരെ മനോഹരമായ പ്രദേശങ്ങളാണ്. പക്ഷേ ആനശല്യമാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ബാക്കി എല്ലാ മൃഗങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ആനയുടെ ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് അപകടം നേരിട്ട, മരണം സംഭവിച്ച സ്ഥലമായതുകൊണ്ടാണ് ആൾക്കാരൊക്കെ വളരെ പരിമിതമായി ഇങ്ങോട്ട് വരാറുള്ളതെങ്കിലും നമ്മുടെ ഈ പെരിങ്ങമലയിലെ ശാസ്താനട എന്ന് പറയുന്നത് ഒരു വലിയ വൈബാണ് കേട്ടോ. വനത്തിൻ്റെ യാത്ര ചെയ്ത് നമുക്കിതൊക്കെ സന്തോഷമാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും വരണമെന്നല്ല, സ്വന്തമായിട്ട് തന്നെ ഞാൻ വീഡിയോ തരുന്നുണ്ട്, കാണിക്കുന്നുമുണ്ട്.